ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമേ. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനിവിടെ സിന്ദൂരി മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. സിന്ദൂർ മാമ്പഴം എന്ന് പറയും ഇവിടെ. അങ്ങനെയാ പറയുന്നത്. നല്ല മാമ്പഴമാണ്, പുളിയൊന്നും ഇല്ലാത്തതാണ്. ആക്ച്വലി ഇതിന് നമ്മുടെ ചെറിയ നാട്ടുമാങ്ങയാണ് നല്ലത്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിത് പഴം മേടിക്കുമായിരുന്നു. ഇത് ഇച്ചിരി വലിയ പഴമായിരുന്നു, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകി ചെത്തി തൊലി കളഞ്ഞില്ല. തൊലി കളയാതെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഇതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഈ കൊട്ടയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. കൊട്ട കളയാതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. വലിയ 2 മാമ്പഴമുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന്. 2 പച്ചമുളക് കീറിയത്. ഇതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി, മധുരം ഉണ്ടല്ലോ. ഉപ്പ് നിറയെ വേണം നമുക്ക്. ഇപ്പം ഇത്രയും മതിയേ. ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് വേവിക്കാം. അടച്ചു വെച്ച് തന്നെ വേവിക്കാം. അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവിനാവശ്യം. ഇത് പൊട്ട് പച്ചമുളക്, എരിവൊന്നും ഇല്ലാത്തതാണ്. ശകലം ജീരകം എടുത്തിട്ടുണ്ട്. 2 ചെറിയ വെളുത്തുള്ളി 2 അല്ലി എടുത്തിട്ടുണ്ട്. ശകലം 1 തണ്ട്, ചെറിയ 1 തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് നല്ല മിക്സി ജാറിനകത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സി ജാറിനകത്തോട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ മാമ്പഴം എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെല്ലം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വെല്ലം എൻ്റെ കയ്യിൽ പൊടിയാണുള്ളത്, അത് കാരണം ഞാൻ 1 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കുള്ള വെള്ളം മതി, നമുക്ക് നോക്കാം. വെള്ളം വേണമെങ്കിൽ മിക്സി ജാർ കഴുകി 1 ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം. അരപ്പിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോയി കിട്ടണം നമുക്ക്. ഇതൊന്ന് തിളയ്ക്കണം. മിക്സി ജാർ കഴുകി സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം ആവശ്യത്തിന്. ഉപ്പൊക്കെ ഉണ്ട്. നമ്മളിതിന് മഞ്ഞപ്പൊടി ഇട്ടില്ലായിരുന്നു. ഈ തിളയ്ക്കുന്ന സമയത്ത് 1 ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർ കടുക് വറക്കുമ്പോൾ മഞ്ഞപ്പൊടി ചേർക്കും. ഞാനിപ്പോൾ ഇവിടെ അങ്ങ് ചേർക്കുകയാണ്. ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്തൊഴിക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട്, പുളിശ്ശേരി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. ഈ കടായിക്ക് നല്ല ചൂട് കാണുമല്ലോ, അപ്പം നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ ഒരിച്ചിരി ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് തൈര് ഒഴിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറക്കാം. ഓക്കെ, ഇതിലോട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഇവിടോട്ട് തൈര് ചേർത്ത് കൊടുക്കാവേ. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം.
ചൂടുണ്ടല്ലോ, ആ ചൂടിനകത്ത് തന്നെ തൈരൊന്ന് ഇതായിക്കോളും. തിളപ്പിക്കരുത് കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ പാത്രത്തിന് നല്ല ചൂടും ഉണ്ടല്ലോ, തൈരൊക്കെ ഒന്ന് ഉടയണം. ഇത് ഞാനൊന്ന് തവിയിട്ടൊന്ന് ഉടച്ചാണ് ഒഴിച്ചത്. ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി കടുക് വറുത്തിടാം. ഇതിലേക്ക് ഞാനൊരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 5-6 ഉലുവ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഗൈസ്, ഉണക്കമുളക് എൻ്റെ കാലിയായിപ്പോയി. ഞാൻ ഇച്ചിരി ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണേ. ഈ വറവൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. നമ്മുടെ പുളിശ്ശേരിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയെ നോക്കൂ കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.